നമ്മൾ ഇന്നത്തെ JBH ഫ്ലൈയുടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പോട് കൂടി അതെ ലിവിങ് കോസ്റ്റ് പോലും തിരിച്ചു തരുന്ന ഒരു രാജ്യത്തിനെ കുറിച്ചാണ്. അപ്പോൾ അത് ഏതാണെന്നല്ലേ? അത് ഇറ്റലി തന്നെയാണ്. ഇറ്റലി എന്ന രാജ്യത്തിനെക്കുറിച്ച് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നു നമ്മെ ഡോക്ടർ ജോസഫിൻ്റെ ഒപ്പം. താങ്ക് യു. കുട്ടികൾക്ക് പോകേണ്ട ടൈം എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ഏതൊക്കെ ഇൻടേക്കുകളാണ് യൂണിവേഴ്സിറ്റികൾക്കുള്ളതെന്നൊന്ന്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ സെപ്റ്റംബർ ഇൻടേക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇംഗ്ലീഷ് ഭാഷയിൽ പഠിപ്പിക്കുന്ന കോഴ്സുകൾ സെപ്റ്റംബർ മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരിയിലും ഒരു ഇൻടേക്ക് ഉണ്ട്, അത് ഇറ്റാലിയൻ ലാംഗ്വേജിലാണ്. അത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇംഗ്ലീഷ് ടോട്ടലികൾ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. കുട്ടികൾ പ്രിഫറബിളി ഈ ഇതിൻ്റെയൊക്കെ അഡ്മിഷൻ ആപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ ക്രിസ്മസിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ജനുവരിയോട് കൂടി ഒരു ഓഫർ ലെറ്റർ കിട്ടുന്നു. എന്തെങ്കിലും ചെറിയ കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻസൊക്കെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് അറ്റസ്റ്റേഷൻ എന്തെങ്കിലും ചെയ്യാണ്ട് അതൊക്കെ ചെയ്ത് റെഡിയാക്കി നമ്മൾ ഫെബ്രുവരി അവസാനത്തോടു കൂടി നമ്മൾ ഡോക്യുമെൻറ്റ്സ് സ്കോളർഷിപ്പിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദെൻ എവറിത്തിങ് ഈസ് ഫൈൻ. സോ പ്രിഫറബിളി ഒരു ക്രിസ്മസിന് മുമ്പായിട്ട് ഡിസംബർ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബെസ്റ്റ് തിങ്. ഓക്കെ. ഇത് APS പോലെ ഇപ്പോൾ ജർമ്മനിയിലൊക്കെ അറ്റസ്റ്റേഷൻ നമ്മൾ ഇവിടെയും അറ്റസ്റ്റേഷൻ ഫോർമാലിറ്റീസ് ഒക്കെ അറ്റസ്റ്റേഷൻ ഉണ്ട്. ഇറ്റാലിയൻ ഗവൺമെൻറ് അസൈൻ ചെയ്തിട്ടുള്ള CIME എന്ന് പറയുന്ന സീമിയ എന്നുള്ളൊരു ഏജൻസിയാണ്. അത് ഇറ്റാലിയൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഏജൻസിയാണ്. അവർ നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സുകൾ ഇങ്ങനത്തെ സർട്ടിഫിക്കേഷൻസ് അവരൊന്ന് വെരിഫൈ ചെയ്യും. ഒരു മാസം ഏകദേശം ഈ അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട് സമയം എടുക്കുന്നുണ്ട്. ഏകദേശം 20,000 ആണ് ഇതിന് കോസ്റ്റ് വരുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ രാജ്യങ്ങളിലും നമ്മൾ പറയുന്നതാണ് സ്റ്റാബാക്ക്, അവരുടെ PR ഓപ്ഷൻസ് ഒക്കെ പറയാറുണ്ട്. അതുപോലെ ഇവിടെ കുട്ടികൾക്ക് എത്ര കാലം നിൽക്കാൻ പറ്റും, പാർട്ട് ടൈമിനുള്ള റൈറ്റും ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് ടൈം 20 hours per week അവർ വർക്ക് കോളേജിൽ ഇല്ലാത്ത സമയത്താണെങ്കിൽ 40 hours per week അവർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റേ ബാക്ക് 1 വർഷമാണ് സ്റ്റേ ബാക്ക് കൊടുക്കുന്നത്. PR 5 വർഷത്തിന് ശേഷം PRന് അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ PR ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമാണ് ഇറ്റലി. അത് കാരണം അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 വർഷം കഴിയുമ്പോൾ നമുക്ക് PRലേക്ക് ഈസി ആയിട്ട് ആക്സസ് കിട്ടും. ഓക്കെ. ഈസി ആക്സസ് എന്ന് പറഞ്ഞാൽ ഇത്ര ശമ്പളത്തിന് വർക്ക് ചെയ്യണമെന്നാണോ, ഇത്ര കാലം അവിടെ ഉണ്ടായാൽ മതി എന്നാണോ, എന്താണ് അതിൻ്റെ ഒരു PRന് ആസ് ഓഫ് നൗ ഒരു 5 വർഷം ആ രാജ്യത്ത് ടാക്സ് കൊടുത്ത് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കാരണം ടാക്സ് നമുക്ക് കിട്ടുന്ന ഈവൻ എല്ലാ സാലറിയിലും എല്ലാ ഇതിലും ടാക്സ് ഇൻവോൾവ് ആണ്. അപ്പം 5 വർഷം നമ്മൾ ടാക്സ് കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് PRന് എലിജിബിൾ ആണ്. സാലറി റിക്വയർമെന്റ്സ് നമ്മളൊക്കെ ഉണ്ട്. അറ്റ് ദി മൊമെന്റിൽ PR കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളില്ല. ജോലിക്കുള്ള സാധ്യതകൾ സാറിന് എന്താ തോന്നുന്നത്? ഇത് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യതകൾ? ജോലികൾ ധാരാളമുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ജോലികളും ധാരാളമുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ പറഞ്ഞ പോലെ ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ ടൂറിസം വലിയ ഇൻഡസ്ട്രീസ് ആണ് ഇറ്റലിയിൽ. അതുപോലെ തന്നെ ഫുഡ് ഇന്നോവേഷൻ പോലത്തെ പ്രോഗ്രാമുകളൊക്കെ വലിയ ഇൻഡസ്ട്രികളാണ്. അപ്പോൾ ജോലി സാധ്യതകൾ ധാരാളം ഇറ്റലിയിലുണ്ട്. അതുപോലെ പാർട്ട് ടൈം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഹെൽത്ത് കെയർ സെഗ്മെന്റിലൊക്കെ ധാരാളം റിക്വയർമെന്റ്സ് ഈ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പോയിട്ട് ജോലി ചെയ്യാവുന്ന, ഒരു പക്ഷേ നമ്മൾ UK സംസാരിച്ച സമയത്ത് സീനിയർ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അങ്ങനത്തെ ഒരു ഓൾഡ് ഏജ് അല്ലെങ്കിൽ അങ്ങനത്തെ കെയർ ഹോംസ് ഒക്കെ ധാരാളം ഇറ്റലിയിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പാർട്ട് ടൈമിന് ഇഷ്ടം പോലെ ജോലികൾ അവൈലബിൾ ആണ്. ഒരു പക്ഷേ പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ഒരു പക്ഷേ മൂവ് ചെയ്യുന്നത് ടൂറിസം ഇൻഡസ്ട്രിയിലേക്കോ അതല്ല തന്നെ IT ഇൻഡസ്ട്രീസിലേക്കോ. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ കേൾക്കുന്നത് ടീച്ചിങ് ഇൻഡസ്ട്രിയും വളരെ ബൂമിംഗ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ വിട്ടിട്ടുള്ള പല കുട്ടികളും അവിടെ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇറ്റാലിയൻ ലാംഗ്വേജ് നമുക്ക് പഠിക്കാനുള്ള സമയത്ത് ആവശ്യം വരില്ല. പക്ഷെ അവിടെ കാര്യങ്ങൾ കോളേജ് ക്യാമ്പസിന് പുറത്ത് ഒരു പക്ഷേ ഇറ്റാലിയൻ ലാംഗ്വേജ് നമുക്ക് വേണ്ടി വന്നേക്കാം. അപ്പം അത് കാരണം ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കുന്നത് ഇവിടെ നിന്ന് പോകുമ്പോൾ പഠിക്കുന്നത് പറയുന്നില്ല. പക്ഷെ അവിടെ എത്തിയിട്ടാണെങ്കിലും നമ്മൾ വിസ വെയിറ്റിംഗ് ടൈമിലൊക്കെ നമ്മൾ ഓൺലൈനായിട്ടാണ് എന്തെങ്കിലും അങ്ങനെയൊക്കെ ആയിട്ട് ഇറ്റാലിയൻ ലാംഗ്വേജ് കുറച്ച് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ. ശരിക്കും ഞാൻ പലപ്പോഴും നമ്മൾ ഇറ്റലിയെ കുറിച്ച് കേൾക്കുമ്പോൾ കുറേ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉള്ള സ്ഥലമാണെന്നൊക്കെ നമുക്ക് നാട്ടിലൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ സേഫ് തന്നെയാണോ? നമ്മൾ സേഫാണ്. ഇല്ലീഗൽ ഇമിഗ്രേറ്റ്സ് കണ്ടമാനം ഇറ്റലിയിൽ വരുന്നുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ അത് ആ രാജ്യങ്ങളുടെ ഓരോ നിയമങ്ങളാണ്. ആ രാജ്യം കുറച്ചും ഈസി ആയിട്ടുള്ള ഇമിഗ്രേഷൻ അനുവദിക്കുന്നു. ഇപ്പോൾ ഒരു പക്ഷേ ഓസ്ട്രേലിയ അല്ലെങ്കിൽ കാനഡ പോലത്തെ രാജ്യങ്ങളിലൊക്കെ കുറച്ച് സ്ട്രിക്റ്ററാണ്. യൂറോപ്പിൽ ഇറ്റലി അത്ര സ്ട്രിക്റ്റ് അല്ല അറ്റ് ദി മൊമെന്റിൽ. അവർ നിയമങ്ങളൊക്കെ ഇനിയും മാറ്റിയേക്കാം. കണ്ടമാനം ഇല്ലീഗൽ ഇമിഗ്രേഷൻ നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇറ്റലി. ചേഞ്ചസ് വന്നേക്കാം. നമ്മുടെ കുട്ടികൾക്ക് അതുകൊണ്ട് പ്രത്യേക ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മറിച്ച് കുറച്ച് എളുപ്പമാണ്. കാരണം ഇറ്റലിക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാനും PR കിട്ടാനൊക്കെ കുറച്ച് എളുപ്പമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ടാണല്ലോ ഇത്തരം പേര് ചെല്ലുന്നത് തന്നെ. അതെ. ജോലിയും സാധ്യതകളും ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും അവിടെ എത്തിപ്പെടുന്നതും. എനിക്ക് തോന്നുന്നു സെറ്റിൽഡ് ആവാൻ. അതെ. നമ്മളിതുപോലെ തന്നെ IMAT എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ച് കേൾക്കുന്നു.
MBBS വേണമെങ്കിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്, അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയുന്നത്? മെഡിക്കൽ UG നമ്മുടെ നാട്ടിലത്തെ MBBS പറയുന്ന ഇക്വലൻസ് ആയിട്ടുള്ള ഡിഗ്രിയാണ്. അത് ഇറ്റലിയിൽ ഇംഗ്ലീഷ് ടോട്ടൽ തന്നെ നമുക്കത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിലേക്കുള്ള എൻട്രി റിക്വയർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു 60% സയൻസിൽ മാർക്കാണ്, ബയോളജി അതുപോലെ തന്നെ മാത്സ് ഒക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് IMAT എന്നുള്ളൊരു എൻട്രൻസ് ടെസ്റ്റാണ്. അത് ഇറ്റാലിയൻ ഗവൺമെൻറ് നടത്തുന്ന എൻട്രൻസ് എക്സാമാണ്. അത് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറ്റലിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലെ നീറ്റ് എക്സാം പോലെ അത്ര ടഫായിട്ടുള്ളതല്ല, എങ്കിലും നമ്മളൊന്നൊരു എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ പാസ്സാവാൻ പറ്റുള്ളൂ. അപ്പം ഒരു 45+ സ്കോറൊക്കെയാണ് വേണ്ടത്. നമുക്ക് കുട്ടികൾക്ക് കിട്ടാറുണ്ട്, ആ സ്കോറുകൾ കിട്ടാറുണ്ട്. ഒരു കോച്ചിങ് ആവശ്യമാണ്. ആ കോച്ചിങ് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിൻ്റെ IMATലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ IMATൻ്റെ എക്സാം നടക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. ഒരു തവണയാണ് ഒരു വർഷത്തിൽ എക്സാം ഉണ്ടാവുകയുള്ളൂ. ഇന്ത്യയിൽ ഒരു സെൻറ്ററേ ഉള്ളൂ, ഡൽഹിയിൽ മാത്രമേ സെൻറ്റർ ഉള്ളൂ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് മാർച്ച് മാസത്തിലാണ് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ സ്കോളർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഗവൺമെൻറ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മാർച്ച് മാസത്തിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഏകദേശം ഏപ്രിൽ അവസാനത്തോടെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും. പക്ഷേ ഇവർ എക്സാം വരുന്നത് സെപ്റ്റംബറിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ നീറ്റ് എക്സാം എഴുതി അതിൽ തീരുമാനമാവാതെ നമ്മൾ വീണ്ടും IMAT എഴുതാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതേ വർഷം നടക്കില്ല. അപ്പോൾ അത് നമ്മൾ +2 കഴിയുന്ന ആ സമയത്ത് തന്നെ നീറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പക്ഷേ IMAT രജിസ്റ്റർ ചെയ്ത് വെക്കണം. വലിയ ഫീസൊന്നുമില്ല, ഒരു 100 യൂറോസിൻ്റെ അടുത്തേക്ക് ഫീസ് വരുന്നുള്ളൂ. ഫീസ് വെച്ചിട്ട് നമുക്ക് എക്സാം എഴുതേണ്ടത് എപ്പോഴും സെപ്റ്റംബറിലായിരിക്കും എന്നുള്ളത് മാത്രമാണ്. ഓക്കെ. അപ്പോൾ നീറ്റിന് എനിക്ക് തോന്നുന്നു ഇവിടെ റിപ്പീറ്റൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ IMAT വേണമെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുകയും എനിക്ക് തോന്നുന്നു MBBS പൂർണ്ണമായി അവിടെ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള സാധ്യത പോലും ഇറ്റലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. JB EduFly എനിക്ക് തോന്നുന്നു IMATനുള്ള കോച്ചിങ് കൊടുക്കാൻ നമുക്ക് ഓൺലൈനായിട്ടുള്ള കോച്ചിങ് കൊടുക്കാം. നമുക്ക് ഓഫ്ലൈൻ കോച്ചിങ് ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ IMATനുള്ള കോച്ചിങ് പോലും കൊടുക്കാൻ തയ്യാറാണ്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു കൺസെപ്റ്റാണ്, കുട്ടികൾ പഠിക്കാൻ പോകുന്നു, സ്റ്റാബ് ബാക്ക്, യൂണിവേഴ്സിറ്റി, ഇത്രയൊക്കെ സാറ് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്തറിയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു ഷോമണിയോ അല്ലെങ്കിൽ ഇതിന് ലോൺ, എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമോ, എന്തെങ്കിലും അതിൻ്റെ ആവശ്യം വരുന്നുണ്ടോ? എഡ്യൂക്കേഷൻ ലോണ് സാധാരണ നിലയ്ക്ക് ഇത് അപ്ലിക്കബിൾ അല്ല. കാരണം കുട്ടികളുടെ ഫീസും ഹോസ്റ്റൽ ഫീസും സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് കിട്ടുന്ന സമയത്ത് വേറൊരു പൈസ അധികം ചിലവാക്കാനില്ലാത്ത കാരണം ബാങ്കുകൾ പൊതുവെ ചോദിക്കും ഇതിന് ലോൺ കൊടുക്കുന്നതിൻ്റെ ഒരു പർപ്പസ് എന്താണെന്നുള്ളത് അവർക്ക് അറിയണമല്ലോ. അപ്പം ആ ഒരു ആംഗിളിൽ നമുക്ക് എന്തെങ്കിലും ബാങ്കിനെ പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നമുക്ക് ഇത്രയും ചിലവുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ലോൺ കിട്ടിയേക്കാം. കാരണം യൂണിവേഴ്സിറ്റി റാങ്കിങ്ങും അതിൻ്റെ പ്ലേസ്മെൻറ്റ് റേഷ്യോസും എല്ലാം പക്കയായിട്ടുള്ളതാണ്. അപ്പം അത് ബാങ്കായിട്ട് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് സംസാരിച്ച് നോക്കേണ്ടി വരും. നോർമൽ കേസിൽ നിങ്ങൾക്ക് ചിലവുകളൊന്നുമില്ല. അപ്പോൾ ലോൺ എന്തിന് ബാങ്കിന് തരണം എന്നുള്ള ക്വസ്റ്റിന് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ സംഭവം ഓക്കെയാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറയുന്ന ലിവിങ് കോസ്റ്റ്, അതായത് നിങ്ങൾക്ക് ഇറ്റലിയിൽ പോയി താമസിക്കുമ്പം ഏകദേശം ഒരു 6000 യൂറോ, ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ഒരു 6 ലക്ഷം രൂപ പെർ ഇയർ ചിലവ് വരുന്നതാണ് ഇറ്റാലിയൻ ഗവൺമെൻറ് പറയുന്നത്. അപ്പം ഈ 6 ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ നമ്മൾ കാണിക്കണം. അതിന് നമുക്ക് വേണമെങ്കിൽ ഷോ മണി എന്ന് വേണമെങ്കിൽ പറയാം. അത് ബാച്ചിലേഴ്സ് 3 വർഷത്തെ കോഴ്സാണ്. അപ്പം 6 × 3 18 ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ കാണിക്കണം. മാസ്റ്റേഴ്സ് 2 വർഷമാണ്. 6 × 2 12 ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ കാണിക്കണം. ഈ പൈസ ഒരു 3 മുതൽ 6 മാസം വരെ മെച്യൂരിറ്റിയുള്ള പൈസ ആയിരിക്കണം ബാങ്കിൽ. എഡ്യൂക്കേഷൻ ലോൺ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ലിവിങ് കോസ്റ്റിൻ്റെ ഈ പറഞ്ഞ മെച്യൂരിറ്റി നോക്കേണ്ട കാര്യങ്ങളില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 മുതൽ 6 മാസം വരെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ, നമ്മളുടെ എന്ന് പറയുമ്പോൾ പാരൻസിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ള പൈസ ആയിരിക്കണം. ഷോ മണിയാണ്, നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് അല്ല. നമ്മൾ ഇറ്റലിയിലേക്ക് ഈ പൈസ കൊണ്ടുപോകേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ കാര്യങ്ങളും തന്നെ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചു എന്നാണ് തോന്നുന്നത്. സാറിന് ഇനി വേറെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾ നോർമൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തരും. 5 യൂണിവേഴ്സിറ്റികളിലേക്കായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കുക. ഡിഫറെൻറ്റ് കോഴ്സുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലിക്കേഷൻ ഫീസായിട്ട് 25,000 ആണ് യൂണിവേഴ്സിറ്റികൾക്ക് നമുക്ക് കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത്. ഇതിന് അഡീഷണലായിട്ട് വീണ്ടും 6ാമത്തെയും 7ാമത്തെയും 8ാമത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിലെല്ലാം അഡീഷണലായിട്ട് നമുക്ക് 30 യൂറോസ് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരാം. ആദ്യം 25,000 തന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു 5 യൂണിവേഴ്സിറ്റികൾക്ക് നമുക്ക് അപ്ലിക്കേഷനായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇതിനുശേഷം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓഫർ വരും. ഓഫറിൽ വരുമ്പം നമുക്കൊരു സർവീസ് ഫീസ് ഉണ്ട്. അത് ഏകദേശം 1 ലക്ഷം രൂപയാണ് നമ്മൾ സർവീസ് ഫീസ് മേടിക്കുന്നത്. അതിനുശേഷം വീണ്ടും നിങ്ങളുടെ സ്കോളർഷിപ്പുകളെല്ലാം കിട്ടി വിസ പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് 1 ലക്ഷം രൂപയും കൂടി നമ്മുടെ സർവീസ് ഫീസ് ഉണ്ട്. ടോട്ടൽ 2 ലക്ഷം രൂപയാണ് നമ്മൾ സർവീസ് ഫീസ് നമ്മൾ ഈടാക്കുന്നത്.
നിങ്ങൾക്ക് ഇത് കൂടാതെ നിങ്ങൾക്ക് ചിലവുകൾ വരുന്നത് ഒരു പക്ഷേ IELTS നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾ കുറച്ച് പൈസ ചിലവാക്കേണ്ടി വരാം. അതുപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾ സീമിയ അറ്റസ്റ്റേഷൻ അതിന് 20,000 നിങ്ങൾക്ക് ചിലവ് വരുന്നുണ്ട്. നിങ്ങളുടെ അവിടെയുള്ള അക്കോമഡേഷനായിട്ട് നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു അക്കോമഡേഷൻ എടുക്കേണ്ടി വരാം. ഏകദേശം ഒരു 20,000 രൂപ ഒരു മാസം ഏകദേശം ഒരു എക്സ്പെൻസ് നമുക്ക് അതിന് കണക്കാക്കാം. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റാണ് ഒരു 40,000 മുതൽ 50,000 രൂപ വരെ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് ചിലവാക്കാം. ഏകദേശം 1,00,000 രൂപ അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ് യാത്രയുടെ ആവശ്യങ്ങൾക്കായിട്ട്. യെസ്, JB എഡ്യൂഫ്ലൈയിലൂടെ നിങ്ങൾ ഇറ്റലിയിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഡേ 1 മുതൽ നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് സൈഡും എല്ലാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് ജോസഫ് സാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതെ, നമുക്ക് നമ്മളുടെ ജീവിത ചെലവിനുള്ള കംപ്ലീറ്റ് പൈസ പോലും സ്കോളർഷിപ്പായിട്ട് ഇവിടുന്ന് പോകുന്നതിന് മുന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന രാജ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീസ് പോലും ഇവിടെ നിന്ന് കൃത്യമായി നിങ്ങൾ സ്കോളർഷിപ്പിൻ്റെ ഫയലിംഗ് ചെയ്യുകയാണെങ്കിൽ ആ ഫീസ് പോലും തിരിച്ച് ലഭിക്കുന്നു. അതായത് ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു പൈസയും ചെലവാക്കാതെ കണ്ട് തന്നെ ഒരു രാജ്യത്ത് എത്തിപ്പെടുക, അത് ഇറ്റലി. അത് കൃത്യമായി പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നു JB എഡ്യൂഫ്ലൈയിലൂടെ. ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണക്ട് ടു JB എഡ്യൂഫ്ലൈ, കൺസൾട്ട് വിത്ത് JB എഡ്യൂഫ്ലൈ, ഫ്ലൈ വിത്ത് JB എഡ്യൂഫ്ലൈ. താങ്ക് യു.